കൂടുതലായിട്ട് ചോദിക്കാൻ ജനറൽ ഇംഗ്ലീഷിൽ നിന്ന് വരുന്ന ചോദ്യം എന്ന് പറയുന്നത് എറർ കറക്ഷനിൽ നിന്ന് വരാനുള്ള സാധ്യത റീസെന്റ് ആയിട്ട് ട്രെൻഡ് നോക്കുന്ന സമയത്ത്. ഹലോ ഹായ് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എൻട്രിയുടെ SSC RRB യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. IBACA നോട്ടിഫിക്കേഷൻ വന്ന് നമ്മൾ പഠന സ്ട്രാറ്റജികളുമായി മുന്നോട്ട് പോവുകയാണ്. അപ്പൊ പഠിക്കുന്ന കൂട്ടുകാർക്ക് ഒരു ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലാണ് എൻട്രി ഇങ്ങനെ ഒരു വീഡിയോയുമായിട്ട് എത്തിയിട്ടുള്ളത്. IBACAയുടെ സ്ട്രാറ്റജി എങ്ങനെയാണ്, ടയർ 1 സ്ട്രാറ്റജി എങ്ങനെയാണ് എന്ന് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൂട്ടുകാർക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന രീതിയിലായിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ റീസെന്റ് ആയിട്ട് നോക്കുന്ന സമയത്ത് റീസെന്റ് ആയിട്ട് നോക്കുന്ന സമയത്ത് ട്രെൻഡ് വൈസ് ഇയർ വൈസ് വാക്കൻസികൾ നോക്കുന്ന സമയത്ത് സമീപകാലത്ത് ഏറ്റവും കൂടുതൽ വാക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ 2014 750 വാക്കൻസീസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. 750 വാക്കൻസീസ് ആയിരുന്നു 2014 കാലഘട്ടത്തിൽ നമുക്ക് ഉണ്ടായിരുന്നത്. നമുക്ക് കാണാൻ പറ്റും. ഇനി 2017 വന്ന സമയത്ത് 1430 എന്ന് പറയുന്ന ഒരു വാക്കൻസിയിലേക്ക് വന്നു. 2021 2000 വാക്കൻസീസ് എന്ന് പറയുന്ന ഒരു നമ്പറിലേക്ക് വന്നു. ഓക്കെ, ഇനി 2023 995 വാക്കൻസീസ് ആണ് വന്നത്. പക്ഷെ ഏറ്റവും സമീപകാലത്ത് ഏറ്റവും വലിയൊരു വാക്കൻസി ഇതുമായിട്ടാണ് 3717 വാക്കൻസീസുമാണ് 2015 വന്നിരിക്കുന്നത്. അപ്പൊ റീസെന്റ് ആയിട്ട് വരുന്ന ഈ ഒരു ട്രെൻഡിൽ ഒരു ചെറിയ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വാക്കൻസികൾ കൂടുന്നതിനനുസരിച്ച് നമ്മൾക്ക് ഈ പറയുന്ന കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് കഴിഞ്ഞ കാലഘട്ടത്തിൽ നോക്കുന്ന സമയത്ത് കോമ്പറ്റീഷൻ കുറച്ചുകൂടെ കൂടാൻ സാധ്യതയുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ IB എക്സാംസ് കുറെ കൂടെ വാക്കൻസികൾ വന്നതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ കൃത്യമായിട്ട് പഠന സ്ട്രാറ്റജിയുമായിട്ട് മുൻപോട്ട് പോകുന്ന സമയത്ത് വാക്കൻസികൾ കൂടുന്ന സമയത്ത് നല്ല രീതിയിൽ കോമ്പറ്റീഷൻ വരാനും സാധ്യതയുണ്ട്. അപ്പൊ കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളത് ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻസ് ആണ്. അതിന് ഏറ്റവും വലിയൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ യൂണിവേഴ്സിറ്റി എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യാറുണ്ട് അല്ലെ. നമ്മൾ കൃത്യമായിട്ട് നമ്മൾ സിലബസ് വെച്ച് നോക്കി നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് എന്നുള്ളൊരു സംഭവം, ആ ഒരു ട്രെൻഡ് ഇപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ കഴിഞ്ഞ കാലത്തെ ഒരു ട്രെൻഡാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അതായത് ടിയർ 1 കൃത്യമായിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് നമ്മൾ നോക്കുന്നത്. നമുക്കറിയാം ടിയർ 1 എന്ന് പറയുന്ന എക്സാം എന്ന് പറയുന്നത് ടിയർ 1 ഡിസ്ട്രിബ്യൂഷൻ നോക്കുന്ന സമയത്ത് എന്താണ്, ഇംഗ്ലീഷിന് 20 മാർക്സ് ആണ് വരുന്നത് അല്ലെ. ടോട്ടൽ 100 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് കൃത്യമായിട്ട് വരുന്നത്. 100 ക്വസ്റ്റ്യൻസ് ആണ് ടോട്ടൽ ആയിട്ട് വരുന്നത്. അതിൽ 20 കറണ്ട് അഫയേഴ്സിൽ നിന്നും 20 ജനറൽ സ്റ്റഡീസിൽ നിന്നും 20 ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, 20 റീസണിങ്, പിന്നെ അതുപോലെ തന്നെ 20 ഇംഗ്ലീഷ് ലാംഗ്വേജ്. സോ ആസ് എ ടോട്ടൽ 20 into 5 100 ക്വസ്റ്റ്യൻസ് ആൻഡ് 100 മാർക്സ്. 100 മാർക്കാണ് ടോട്ടൽ വരുന്നത്. 100 out of 100 അല്ലെ, 100 ചോദ്യങ്ങൾ 100 മാർക്ക്. അപ്പൊ അതിന് 1 മണിക്കൂർ സമയത്തിനുള്ളിൽ ഇത്രയും ചോദ്യങ്ങൾ നേരിടുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി നമ്മൾ നോക്കുന്ന സമയത്ത് സബ്ജക്ട് വൈസ് നോക്കുന്ന സമയത്ത് എല്ലാത്തിനും 20% എന്നുള്ള രീതിയിൽ 1/5 എന്നുള്ള രീതിയിൽ നമുക്ക് നോക്കാനും പറ്റും. അപ്പോ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇംഗ്ലീഷ് ലാംഗ്വേജ്. നേരത്തെ ആണെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ്, റീസണിങ്, ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, ജനറൽ സ്റ്റഡീസ് എന്നുള്ള രീതിയിലായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത്തവണയാണ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ഒരു പുതിയൊരു ഏരിയ കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മൾ ഈ പറയുന്ന റീസെന്റ് ട്രെൻഡിനനുസരിച്ചുള്ള സബ്ജക്ട് വൈസ് ആയിട്ടുള്ള ട്രെൻഡ്സ് ആണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടൊരു സെഷനാണ്, കൂട്ടുകാർക്ക് എല്ലാവർക്കും ഗുണപ്രദമാകുന്ന ഒരു സെഷനാണ്. ശ്രദ്ധിക്കാം. നമ്മൾ ആദ്യം പോകുന്നത് നമ്മുടെ ഇംഗ്ലീഷ് സബ്ജക്റ്റിലേക്കാണ്. ഇംഗ്ലീഷ് സബ്ജക്റ്റിലേക്ക് നോക്കുന്ന സമയത്ത് കഴിഞ്ഞ തവണത്തെ ഒരു ട്രെൻഡ് റീസെന്റ് ആയിട്ട് പോകുന്ന ഒരു ചോദ്യങ്ങൾ എന്ന് പറയുന്നത്, ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ കാണുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് എറർ കറക്ഷൻ എന്ന് പറയുന്ന ഒരു മേഖലയാണ്. എറർ കറക്ഷനിൽ നിന്ന് 35 ക്വസ്റ്റ്യൻസിനോളം എന്ത് ചെയ്യാറുണ്ട് ടോട്ടൽ ആ ഒരു ഷിഫ്റ്റ് ഒരു എക്സാം സീസൺ നോക്കുന്ന സമയത്ത് ടിയർ 1 മൊത്തമായിട്ട് എടുക്കുന്ന സമയത്ത് 35 ക്വസ്റ്റ്യൻസ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് എറർ കറക്ഷൻ ആണ്. എറർ കറക്ഷൻ ആണ്. അപ്പൊ പ്രോബബ്ലി ഓരോ ഷിഫ്റ്റിലും കൂടുതലായിട്ട് ചോദിക്കാൻ ജനറൽ ഇംഗ്ലീഷിൽ നിന്ന് വരുന്ന ചോദ്യം എന്ന് പറയുന്നത് എറർ കറക്ഷനിൽ നിന്ന് വരാനുള്ള സാധ്യത റീസെന്റ് ആയിട്ട് ട്രെൻഡ് നോക്കുന്ന സമയത്ത് സമീപകാലത്ത് ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്നത് എറർ കറക്ഷൻ ആണ്. പിന്നീട് അതിനുശേഷം വരുന്നത് എവിടെയാണ്, നമ്മുടെ ജംബിൾഡ് സെന്റൻസിലും അതുപോലെ തന്നെ നമ്മുടെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിലുമാണ് പിന്നെ കൂടുതലായിട്ട് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. അപ്പൊ ജനറൽ ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ എറർ കറക്ഷനിൽ നിന്ന് ചോദ്യങ്ങൾ 35 ക്വസ്റ്റ്യൻസ് വരെ വന്നിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ സീസണിൽ എന്ത് ചെയ്തിട്ടുണ്ട്, 25 ക്വസ്റ്റ്യൻസ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ നിന്നും 25 ക്വസ്റ്റ്യൻസ് ജംബിൾഡ് സെന്റൻസിൽ നിന്നും ചോദിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് എറർ ഡിറ്റക്ഷൻ എന്ന് പറയുന്ന ഒരു മേഖലയാണ്. എറർ ഡിറ്റക്ഷനിൽ നിന്ന് 21 ക്വസ്റ്റ്യൻസ് ആ ടോട്ടൽ ആ എല്ലാ ദിവസവും കൂടെ നോക്കുന്ന സമയത്ത് ഷിഫ്റ്റിൽ 21 ക്വസ്റ്റ്യൻസ് നമ്മൾ എറർ കറക്ഷനിൽ നിന്ന് എറർ ഡിറ്റക്ഷനിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇനി ഇഡിയംസ് ആൻഡ് ഫ്രേസസ് എന്ന് പറയുന്ന ഒരു മേഖലയുണ്ട് അല്ലെ, വളരെ രസകരമായിട്ടുള്ള ഒരു മേഖലയാണ് ഇഡിയംസ് ആൻഡ് ഫ്രേസസ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നിന്ന് 20 ക്വസ്റ്റ്യൻസ് ലഭിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്നത് സ്പെല്ലിംഗ് കറക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. സ്പെല്ലിംഗ് കറക്ഷൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഒരു ടേമിന്റെ തന്നെ പല രീതിയിലേക്കുള്ള ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ട് ഒരു വേർഡ്സ് കൊടുത്തിട്ട് ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിംഗ് എന്നുള്ളത് മിസ്പെൽഡ് വേർഡ്സ് കണ്ടുപിടിക്കാനൊക്കെ ആയിട്ട് പറയാറുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു ട്രെൻഡ് കാണാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ സിനോണിം ആന്റോണിംസ് 11, 12 എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ
വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് കൊടുത്തിട്ടുണ്ട്. സോ ആസ് എ ടോട്ടൽ നമുക്ക് നോക്കുന്ന സമയത്ത് റീസെന്റ് ട്രെൻഡിനനുസരിച്ച് എറർ കറക്ഷൻ ഉള്ള ചോദ്യങ്ങൾ കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. ഓക്കെ, കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. ഏറ്റവും കുറവ് എവിടെയാണ് ചോദിച്ചിരിക്കുന്നത് കഴിഞ്ഞ തവണയൊക്കെ ആയിട്ട് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് കുറച്ചുകൂടെ കമ്പാരിറ്റീവ്ലി. അപ്പൊ ക്ലിയർ ആയിട്ട് നമ്മൾ എവിടെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്? എറർ കറക്ഷനും എറർ ഡിറ്റക്ഷനിലും കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടിയർ 1 ബെറ്റർ ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. റീസെന്റ് ട്രെൻഡിനനുസരിച്ചുള്ള കാര്യമാണ്. ഇത്തവണ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സിലബസിനനുസരിച്ച് ഈ പറയുന്ന പുതിയ പാറ്റേൺ അനുസരിച്ച് മാറുന്നത് കൊണ്ട് മാറ്റം വന്നേക്കാം. എങ്കിലും നമ്മൾ ഈ ഒരു മേഖലയിലേക്ക് കൂടുതൽ ശ്രദ്ധ നൽകി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് സമയം നഷ്ടമാവുന്നില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചുകൂടി സ്ട്രോങ് ആക്കി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യത ഇനിയും കൂടുതലാണ്. അപ്പൊ എറർ കറക്ഷനും എറർ ഡിറ്റക്ഷനും കൂടി നമ്മൾ ഏകദേശം നോക്കുന്ന സമയത്ത് 56ഓളം ചോദ്യങ്ങൾ അവിടെ നിന്ന് മാത്രമാണ് വന്നിട്ടുള്ളത്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ നിന്നും ജംബിൾ സെന്റൻസിൽ നിന്നും ആസ് എ ടോട്ടൽ 50 ക്വസ്റ്റ്യൻസ് ലഭിച്ചു. ഇഡിയംസിൽ നിന്ന് 20 ക്വസ്റ്റ്യൻസ് ലഭിച്ചപ്പോൾ സ്പെല്ലിംഗിൽ നിന്ന് 16 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ലഭിച്ചത്. സിനോണിംസ് ആന്റോണിംസ് എന്നിൽ നിന്ന് ടോട്ടലായിട്ട് നമുക്ക് 23 ക്വസ്റ്റ്യൻസ് ലഭിച്ചു. ഏറ്റവും കുറവ് ചോദിച്ചിരിക്കുന്നത് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഇങ്ങനെയാണ് ഇംഗ്ലീഷിന് ഒരു പാറ്റേൺ വരുന്നത്. അപ്പൊ ഇനി അങ്ങോട്ടുള്ള പഠന സ്ട്രാറ്റജികൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ, നമ്മൾ സ്റ്റഡി പ്ലാൻ ഒക്കെ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് ഇതിനനുസരിച്ച് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ കുറച്ചെങ്കിലും നമുക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഇതേ പാറ്റേൺ തന്നെ ചോദിക്കണം എന്നല്ല പറയുന്നത്. റീസെന്റ് ആയിട്ടുള്ള സബ്ജക്ട് വൈസ് ട്രെൻഡ്സിൽ ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് ട്രെൻഡുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതൊന്ന് ക്ലിയർ ആയിട്ട് കൂട്ടുകാരെ ഒന്ന് മനസ്സിലേക്ക് വെക്കാം. ഇംഗ്ലീഷ് കഴിഞ്ഞു. ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ ജനറൽ സ്റ്റഡീസ് എന്നാണ്. ഓക്കെ, ജനറൽ സ്റ്റഡീസിൽ കഴിഞ്ഞ തവണ കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുത്തിയത് കൊണ്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ വരുന്നൊരു കാര്യം, ബയോളജിക്ക് 14 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്. ലൈഫ് സയൻസിൽ ബയോളജിയിൽ നിന്ന് 14 ചോദ്യങ്ങൾ ലഭിച്ചപ്പോൾ കെമിസ്ട്രിയിൽ നിന്നും ഫിസിക്സിൽ നിന്നും 7 ആണ് ലഭിച്ചത്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയിട്ട് മനസ്സിലായില്ലേ? ഈ ഫിസിക്സും കെമിസ്ട്രിയിൽ നിന്നും രണ്ടും കൂടെ ചോദിക്കുന്ന 14, ബയോളജിയിൽ നിന്ന് ഒറ്റയടിക്ക് ചോദിച്ചിരിക്കുന്ന 14 ചോദ്യമാണ്. സോ ആസ് എ ടോട്ടൽ നമുക്ക് എന്ത് പറയാനായിട്ട് സാധിക്കും? നമുക്ക് 28 ക്വസ്റ്റ്യൻസ് സയൻസ് എന്ന് പറയുന്ന ഒരു പോർഷനിൽ നിന്ന് ലഭിച്ചു. ഓക്കെ, സയൻസ് എന്ന് പറയുന്ന ഒരു പോർഷനിൽ നിന്ന് നമുക്ക് ലഭിച്ചത് ആസ് എ ടോട്ടൽ നമുക്ക് 28 ക്വസ്റ്റ്യൻസ് ആണ് ഈ പറയുന്ന ഒരു 3 ഏരിയയിൽ നിന്ന്. ഇനി നമ്മുടെ എക്കണോമിക്സിൽ നിന്ന്, അതുപോലെ തന്നെ ജോഗ്രഫി, ഹിസ്റ്ററി, പോളിറ്റിയിൽ നിന്നൊക്കെ ആയിട്ട് കൂടുതൽ ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ ഷിഫ്റ്റ് ടോട്ടൽ എല്ലാ ദിവസത്തെയും ഷിഫ്റ്റ് കഴിഞ്ഞ് എല്ലാം കൂടെ കഴിഞ്ഞ് നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ജോഗ്രഫിയിൽ നിന്നാണ്. അപ്പൊ ജോഗ്രഫിയിൽ നിന്ന് IB-യിലേക്കുള്ള ചോദ്യങ്ങൾ കൂടുതലായിട്ട് വരാനുള്ള സാധ്യത ഇനിയും തള്ളിക്കളയാനായിട്ട് നമുക്ക് സാധിക്കില്ല. അപ്പൊ ജോഗ്രഫിയിൽ നിന്ന് കൂടുതൽ ചോദ്യങ്ങൾ ലഭിക്കുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഹിസ്റ്ററിയാണ്. ഹിസ്റ്ററിയിൽ നിന്ന് 24 ചോദ്യങ്ങൾ, അതായത് 24 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇനി പോളിറ്റിയിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത് 11 ചോദ്യങ്ങളാണ് ടോട്ടൽ കഴിഞ്ഞ എല്ലാ ഷിഫ്റ്റുകളിലും കൂടെ നോക്കുന്ന സമയത്ത് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ എക്കണോമിക്സിൽ നിന്ന് 7 ക്വസ്റ്റ്യൻസ് ആണ് കണ്ടിട്ടുള്ളത്. ഇനി അവാർഡ്സ് ആൻഡ് ഓണേഴ്സ് എന്ന് പറയുന്ന ഒരു മേഖലയിലേക്ക് സംബന്ധിച്ചിടത്തോളം നോക്കുന്ന സമയത്ത് 2 ചോദ്യങ്ങളാണ് ഇതിൽ നിന്ന് മാക്സിമം നമ്മൾ കണ്ടിട്ടുള്ളത്. ഓക്കെ, ഇപ്പൊ നമ്മൾ അനാലിസിസ് കൃത്യമായി ചെയ്യുന്ന സമയത്ത് സയൻസിൽ നിന്ന് 28ഓളം ചോദ്യങ്ങൾ ടോട്ടലായിട്ട് ചോദിച്ചിട്ടുണ്ട്. ജോഗ്രഫിയിൽ നിന്ന് മാത്രമായിട്ട് 30 ചോദ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ടോട്ടൽ ഷിഫ്റ്റുകൾ നോക്കുന്ന സമയത്ത് ഹിസ്റ്ററിയിൽ നിന്ന് 24 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. എക്കണോമിക്സ്, അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന ഫിസിക്സ്, കെമിസ്ട്രിയിലൊക്കെ 7 വെച്ച് ലഭിച്ചപ്പോൾ പൊളിറ്റിയിൽ നിന്ന് 11ഉം അതുപോലെ തന്നെ നമ്മുടെ അവാർഡ്സ് ആൻഡ് ഏരിയാസ് എന്ന് പറയുന്നത് 2 ചോദ്യങ്ങളുമാണ് ലഭിച്ചിട്ടുള്ളത്. അപ്പൊ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കുക, ജോഗ്രഫി പോലെയുള്ള ഏരിയയിൽ ഇനിയും നമുക്ക് കൂടുതൽ സ്ട്രെസ് ചെയ്ത് പഠിക്കുന്നത് ഒരിക്കലും നമുക്ക് ദോഷം വരാനുള്ള സാധ്യത ഇല്ല എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് അത് കഴിഞ്ഞില്ല. ബുക്സ് ആൻഡ് ഓതേഴ്സ് എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റിക് ജികെയുടെ അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സിന്റെ ഭാഗമായിട്ട് ബുക്സ് ആൻഡ് ഓതേഴ്സിൽ നിന്ന് 8 ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അവാർഡ്സിനേക്കാളും കൂടുതലായിട്ട് IB കഴിഞ്ഞ തവണ ഫോക്കസ് ചെയ്തത് ബുക്സ് ആൻഡ് ഓതേഴ്സിലാണ്. അത് മാത്രമല്ല, ഡാൻസ് ആൻഡ് ഫെസ്റ്റിവൽസ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ആർട്സ് ആൻഡ് കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ നോക്കി, ആ ഫെസ്റ്റിവൽസിൽ നിന്ന് 8 ചോദ്യങ്ങൾ ലഭിച്ചപ്പോൾ ഡാൻസിൽ നിന്ന് 4 ക്വസ്റ്റ്യൻസ് ചോദിച്ചു. മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിൽ നിന്ന് 4 ചോദ്യങ്ങൾ ലഭിച്ചു. ഓക്കെ, അപ്പൊ ആസ് എ ടോട്ടൽ നമുക്ക് 16 ക്വസ്റ്റ്യൻസ് ഈ പറയുന്ന ആർട്സ് ആൻഡ് കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് സെപ്പറേറ്റ് ചോദിച്ചിട്ടുണ്ട്. ആർട്സ് ആൻഡ് കൾച്ചർ സെപ്പറേറ്റ് 7 ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡാൻസ്, ഫെസ്റ്റിവൽ, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഒരു 16 ചോദ്യങ്ങൾ നമുക്ക് അവിടെ ടോട്ടൽ കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ തന്നെയാണ് സ്പോർട്സിന്റെ കാര്യത്തിലേക്കും വരുന്നത്. സ്പോർട്സിലുമായിട്ട് ബന്ധപ്പെട്ട് 17 ചോദ്യങ്ങൾ ആസ് എ ടോട്ടൽ നമുക്ക് ഷിഫ്റ്റിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. 17 ചോദ്യങ്ങൾ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി മറ്റ് മിസലേനിയസ് ആയിട്ടുള്ള അവിടെ ആയിട്ട് കിടക്കുന്ന കുറെ ടോപ്പിക്സിൽ നിന്ന് 13 ചോദ്യങ്ങൾ ലഭിച്ചപ്പോൾ കഴിഞ്ഞ തവണ 17 ചോദ്യങ്ങളാണ് കറണ്ട് അഫയേഴ്സിൽ നിന്ന് ചോദിച്ചത്. ഓക്കെ, അത് ഇത്തവണ മാറും. കാരണം കറണ്ട് അഫയേഴ്സിൽ ഇത്തവണ 20 മാർക്സ് നമുക്ക് അവിടെ ലഭിക്കുമെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. കറണ്ട് അഫയേഴ്സിൽ നിന്ന് മാത്രമായിട്ട് 20 മാർക്സ് ലഭിക്കുന്നത്. അപ്പൊ ബാക്കിയുള്ള എല്ലാ ഏരിയാസും കൂടിയിട്ടാണ് പിന്നെ ഇത് വരുന്നത് 20 വരുന്നത്. അപ്പൊ ബുക്സ് ആൻഡ് ഓതേഴ്സ്, ഡാൻസ്, ഫെസ്റ്റിവൽസ്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, സ്പോർട്സ്, കൾച്ചർ, മിസലേനിയസ്, സയൻസ്, സോഷ്യൽ സയൻസ് എല്ലാം കൂടി ചേരുന്നതാണ് 20 എന്ന് പറയുന്നത്. ബാക്കി 20 എന്ന് പറയുന്നത് കറണ്ട് അഫയേഴ്സ് മാത്രമാണ്.
അപ്പൊ ഈ ഒരു സ്ട്രാറ്റജി കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. കാരണം ഇതിൽ നിന്ന് ഇനിയും ചോദ്യങ്ങൾ ചോദിക്കാൻ കൂടുതൽ ഏരിയ എന്ന് പറയുന്നത് ജനറൽ സബ്ജക്റ്റിൽ നോക്കുന്ന സമയത്ത് ജോഗ്രഫിയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കഴിഞ്ഞ തവണ ചോദ്യങ്ങൾ കണ്ടിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ജോഗ്രഫിയിൽ നിന്ന്, അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഹിസ്റ്ററിയിൽ നിന്ന്, പിന്നെ വരുന്ന സബ്ജക്ട് എന്ന് പറയുന്നത് നമ്മുടെ ബയോളജിയാണ്. അപ്പൊ ആ ഒരു ട്രെൻഡ് ഒന്ന് മനസ്സിലാക്കി പഠിക്കുക. കൃത്യമായിട്ട് നമ്മൾ NCERT ടെക്സ്റ്റ് ബുക്കുകളൊക്കെ ഒന്ന് വായിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിനൊപ്പം തന്നെ ഈ പറയുന്ന ടോപ്പിക്സ് ഒക്കെ ഒന്ന് കവർ ചെയ്യുക. പ്രത്യേകിച്ച് റിവർ സിസ്റ്റം, അതുപോലെ തന്നെ നമ്മുടെ ജോഗ്രഫിക്കൽ ഏരിയ ഡിസ്ട്രിബ്യൂഷൻ, അതുപോലുള്ള ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. സ്റ്റേറ്റ്മെന്റ് വൈസ് ആണെങ്കിലും സ്റ്റേറ്റ്മെന്റ് വൈസ് അല്ലെങ്കിലും സിമ്പിൾ ആയിട്ട് ഓൺലൈൻ ആണെങ്കിലും ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ജനറൽ സ്റ്റഡീസിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്കാർക്ക് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു പാറ്റേൺ അനുസരിച്ച് ഫോളോ ചെയ്യുന്നതും നല്ലത് ഗുണം ചെയ്യും. ഇതാണ് ജനറൽ സ്റ്റഡീസിന്റെ കാര്യത്തിൽ. ഇത്തവണ കറണ്ട് അഫയേഴ്സ് സെപ്പറേറ്റ് ആയതുകൊണ്ട് തന്നെ ഇത് ഞാൻ സെപ്പറേറ്റ് പറയുന്നില്ല. ആ 20 മാർക്സ് എന്ന് പറയുന്ന ഇന്റർനാഷണൽ നാഷണൽ ഇവന്റ്സിൽ നിന്നൊക്കെ കൃത്യമായിട്ട് ചോദിക്കാനുള്ള സാധ്യതയും ഉണ്ട്. ഇനി അടുത്ത് വരുന്നത് റീസണിങ് എന്ന് പറയുന്ന ഒരു മേഖലയാണ്. റീസണിങ് എന്ന് പറയുന്ന മേഖലയിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ലഭിച്ച ഏരിയ എന്ന് പറയുന്നത് ആൽഫബറ്റിക് സീരീസ് ആണ്. ഒരു ഗ്രാഫ് വൈസ് നോക്കിയാലോ, ഒരു ഗ്രാഫ് വൈസ് നോക്കുന്ന സമയത്ത് ആൽഫബറ്റിക് സീരീസിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ലഭിച്ചിട്ടുള്ളത്. 16 ചോദ്യങ്ങൾ അവിടെ നിന്ന് ലഭിച്ചു. ഇനി അനലോജിയിൽ നിന്ന് 15 ചോദ്യങ്ങൾ ലഭിച്ചപ്പോൾ ബ്ലഡ് റിലേഷനിൽ നിന്ന് 14 ചോദ്യങ്ങളാണ് ലഭിച്ചത്. സോ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ആൽഫബറ്റ് സീരീസ് എന്ന് പറയുന്നത് മറ്റേതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പോലെ IBACIക്കും ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു മേഖലയായിട്ടുണ്ട്. അനലോജിയിൽ നിന്ന് കൃത്യമായിട്ട് 15 ചോദ്യങ്ങൾ ചോദിച്ചു എന്ന് പറയുമ്പോൾ അതിന്റെ പ്രാധാന്യം ഏറെ തള്ളിക്കളയാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇനി ബ്ലഡ് റിലേഷൻ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ചോദ്യം SSCക്ക് ആയിക്കോട്ടെ റെയിൽവേക്ക് ആയിക്കോട്ടെ, അതിപ്പോൾ നമ്മൾ മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാംസിനാണെങ്കിലും ബ്ലഡ് റിലേഷൻ എന്നൊരു ചോദ്യം സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ അവിടെ നിന്നും ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് എക്സ്പെക്ട് ചെയ്യാം. ഇനി കോഡിംഗ് ഡീകോഡിംഗ് തുടങ്ങിയിട്ടുള്ള മേഖലയിൽ നിന്ന് 7 ചോദ്യങ്ങൾ ലഭിച്ചപ്പോൾ ഫിഗർ കംപ്ലീഷനുമായിട്ട് ബന്ധപ്പെട്ട് 5 ചോദ്യങ്ങളാണ് ലഭിച്ചത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് ഡിസ്റ്റൻസ് ആൻഡ് ഡയറക്ഷൻ എന്നൊക്കെ പറയുന്നത്, ഒരാൾ എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു ബിയിലേക്ക് പോയി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെ വരുന്ന ഡിസ്റ്റൻസ് ഡയറക്ഷൻ ആണ്. ഈ ഡിക്ഷണറി എന്നൊക്കെ പറയുന്നത് കുറെ നമ്പേഴ്സ് ഒക്കെ കൊടുത്ത് ആ ഒരു കറക്റ്റ് ക്രോണോളജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യാന്നൊക്കെ പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ. അപ്പൊ അതാണ് നമ്മുടെ ഡിസ്റ്റൻസ് ഈ പറയുന്ന ഡിക്ഷണറിയുമായിട്ട് ബന്ധപ്പെട്ട്. ഇനി ക്യൂബ് ആൻഡ് ഡയസ് എന്നൊക്കെ പറയുന്നത് ഒരു ക്യൂബ് ഇങ്ങനെ വരുന്നു, അപ്പൊ അത് അൺലോക്ക് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് വരുന്നത് എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ വരില്ലേ, അതാണ് ക്യൂബനുമായിട്ട് ബന്ധപ്പെട്ട്. കോഡിംഗ് ഡീകോഡിംഗ് വരുന്നുണ്ട്. ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു മേഖല വരുന്നുണ്ട്. കഴിയില്ല. ഇനി അതേപോലെ തന്നെ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ഉണ്ട്. അപ്പൊ ഈ പറയുന്ന നമ്മുടെ ആൽഫബറ്റ് സീരീസിനും മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസിൽ നിന്നും 16 ചോദ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിൽ ഏറ്റവും കൂടുതൽ റീസണിങ്ങിൽ നിന്ന് ചോദ്യം ചോദിച്ചിരിക്കുന്നത് സിലോജിസത്തിൽ നിന്നാണ്. സിലോജിസം എന്ന് പറയുന്നത് സം എ ആർ ബി, സം പെൻസിൽസ് ആർ പെൻസ്, സം ഡെസ്ക് ആർ ബെഞ്ചസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവം ഉണ്ടല്ലോ, അതാണ് സംഭവം. സിലോജിസത്തിൽ നിന്നാണ് റീസണിങ്ങിൽ ഏറ്റവും കൂടുതൽ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന സീറ്റിംഗ് അറേഞ്ച്മെന്റ്, അത് കഴിഞ്ഞേ ഉള്ളൂ ആൽഫബറ്റിക് സീരീസും മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസും. അപ്പോൾ ഒരൊറ്റ ടേബിളിൽ കൊടുക്കണമെന്ന് വിചാരിച്ചാൽ സെപ്പറേറ്റ് കൊടുത്തതാണ്. അപ്പൊ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കുക, ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് ആൽഫബറ്റിക് സീരീസും മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസിനോടൊപ്പം തന്നെ സീറ്റിംഗ് അറേഞ്ച്മെന്റും സിലോജിസവും എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. അതിനൊപ്പം തന്നെ നമ്പർ സീരീസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. മിറർ ഇമേജസ് ഉണ്ട്, അത് 11 ചോദ്യങ്ങളോളം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. നമ്പർ സീരീസ് 13 ചോദ്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. വെൻ ഡയഗ്രത്തിൽ നിന്ന് 10 ചോദ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. മാട്രിക്സിൽ നിന്ന് നമുക്ക് നോക്കുന്ന സമയത്ത് ഒരൊറ്റ ചോദ്യം മാത്രമായിട്ടാണ്, എല്ലാ ടോട്ടൽ ഷിഫ്റ്റുകൾ നോക്കുന്ന സമയത്ത് മെട്രിക്സിൽ നിന്നും ആകെ ഒരു ചോദ്യമായിട്ടാണ് കിട്ടിയത്. ഇനി മിറർ ഇമേജ് എന്ന് പറയുമ്പോൾ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. വളരെ സിമ്പിൾ ആയിട്ടും ചോദിക്കാം, വളരെ ടൈറ്റ് ആയിട്ടും ചോദിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് അതെന്ന് പറയുന്നത്. പിന്നെ പേപ്പർ കട്ടിംഗ് എന്ന് പറയുന്ന ഒരു ഔട്ട്ഡേറ്റഡ് പാറ്റേൺ പോലെ ആയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. കാരണം പേപ്പർ കട്ടിംഗ് ആകെ 2 ചോദ്യമേ ചോദിച്ചുള്ളൂ. ഇനി സ്റ്റേറ്റ്മെന്റ് ആൻഡ് ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്, സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ട് നമ്മൾ ഇന്ന സബ്സ്റ്റാൻഷിയേറ്റ് എന്നുള്ള രീതിയിൽ പറയുന്നില്ലേ, അതൊരൊറ്റ ചോദ്യമേ ടോട്ടൽ ഷിഫ്റ്റുകളിലായിട്ട് ചോദിച്ചിട്ടുള്ളൂ. സോ ആസ് എ ടോട്ടൽ നമുക്ക് നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ റീസണിങ്ങിൽ നിന്ന് ചോദിച്ചിരിക്കുന്നത് സിലോജിസം, അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് സീറ്റിംഗ് അറേഞ്ച്മെന്റ്, പിന്നെ വരുന്നത് ആൽഫബറ്റിക് സീരീസും മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസും, പിന്നെയാണ് ഏത് വരുന്നത് നമ്പർ സീരീസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ ക്ലിയർ ആയിട്ട് ഒരു കാര്യം വ്യക്തമായിട്ട് നോട്ട് ചെയ്ത് വെക്കേണ്ടത്, അനലോജി, ആൽഫബറ്റിക് സീരീസ്, ബ്ലഡ് റിലേഷൻ, അതുപോലെ തന്നെ സിലോജിസം, സീറ്റിംഗ് അറേഞ്ച്മെന്റ്, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങൾ കൃത്യമായിട്ട് റെഗുലർ ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. തള്ളിക്കളയാൻ പറ്റും. ഇപ്പൊ റീസെന്റ് അതേ പാറ്റേൺ തന്നെ ഫോളോ ചെയ്യണം എന്നല്ല നമ്മൾ പറയുന്നത്, പക്ഷെ ഈ ഒരു ട്രെൻഡിനാണ് കഴിഞ്ഞ തവണ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇതും വീണ്ടും ആവർത്തിക്കാൻ പറ്റില്ല എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല.
അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു മേഖല കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യുക. മറ്റ് ഏറ്റവും ഈ പറഞ്ഞ മെട്രിക്സ് തുടങ്ങിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആർഗ്യുമെന്റ് ടൈപ്പുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റില്ല എന്നല്ല, കഴിഞ്ഞ ട്രെൻഡ് ഇങ്ങനെയാണ്, അപ്പൊ ഇനി നമുക്ക് ചോദിക്കാനുള്ള സാധ്യതയും ഇത് തന്നെയാണ് എന്ന് പറയാൻ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് എന്ന് പറയുന്നത് ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡിലേക്കാണ് വരുന്നത്. ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് നമുക്കൊരു ഗ്രാഫ് വൈസ് നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് നമ്മുടെ നമ്പർ സിസ്റ്റത്തിൽ നിന്നും അതുപോലെ തന്നെ നമ്മളുടെ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ നിന്നാണ്, DI നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ലഭിച്ചിട്ടുള്ളത്. 28 ക്വസ്റ്റ്യൻസ് ടോട്ടൽ ഷിഫ്റ്റിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്പർ സിസ്റ്റത്തിൽ നിന്നും ഡാറ്റ ഇന്റർപ്രിട്ടേഷനിൽ നിന്നും ജനറലി ക്വസ്റ്റ്യൻസ് ലഭിക്കാനുള്ള സാധ്യത ഇനിയും കൂടുതലാണ് എന്ന് നമുക്ക് വിലയിരുത്താം. ഇനി അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്നത് മെൻസുറേഷൻ എന്ന് പറയുന്ന ഒരു ഏരിയ നിന്നാണ്. 23 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് അവിടെ ലഭിച്ചിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ടൈം ആൻഡ് വർക്കും പെർസെന്റേജുമാണ്. 20 ക്വസ്റ്റ്യൻസ് ആണ് അവിടെ നിന്ന് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഏറ്റവും ലീസ്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത് മിക്സർ അലിഗേഷൻ എന്ന് പറയുന്ന ഒരു മേഖലയിൽ നിന്നാണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്നത് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ തുടങ്ങിയ മേഖലയിൽ നിന്നാണ്. നമുക്ക് ആ ടേബിൾ വൈസ് ഒന്ന് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് നമ്മളുടെ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ, അതുപോലെ തന്നെ നമ്പർ സിസ്റ്റം, അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് മെൻസുറേഷൻ, പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ടൈം ആൻഡ് വർക്ക്. 20 ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് റേഷ്യോയിൽ നിന്ന് 8 ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ മിക്സർ അലിഗേഷനിൽ നിന്നാകെ 2 ചോദ്യങ്ങളാണ് ലഭിച്ചത്. ആവറേജിൽ നിന്ന് 9 ചോദ്യങ്ങൾ ടോട്ടലായിട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. 9 ചോദ്യങ്ങൾ അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസും അതുപോലെ തന്നെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റും ഈ പറഞ്ഞ നമ്മുടെ സിമ്പിൾ ഇൻട്രസ്റ്റിൽ നിന്ന് ടോട്ടൽ 24 ക്വസ്റ്റ്യൻസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ടൈം ആൻഡ് വർക്കും ടൈം ആൻഡ് സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസിൽ നിന്നും ടോട്ടലായിട്ട് നമുക്ക് വേണമെങ്കിൽ 30 ക്വസ്റ്റ്യൻസ് എന്ന് പറയാം. ഈ സിംപ്ലിഫിക്കേഷനിൽ നിന്ന് കൂടുതലായിട്ട് 7 ക്വസ്റ്റ്യൻസ് ആണ് ലഭിച്ചത്. അപ്പൊ സിംപ്ലിഫിക്കേഷനേക്കാൾ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ചോദിച്ചിരിക്കുന്ന നമ്പർ സിസ്റ്റം DI നിന്നാണ്. അപ്പൊ ബേസിക് അരിത്തമെറ്റിക്സ് സ്ട്രോങ് ആക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ സ്പീഡും അക്യുറസിയും നമ്മൾ ബിൽഡ് ചെയ്യേണ്ടി വരും. അപ്പൊ അതിനനുസരിച്ചുള്ള സ്ട്രാറ്റജിയാണ് നമുക്ക് കൃത്യമായിട്ട് ഫോളോ ചെയ്യേണ്ടത്. അപ്പൊ റീസെന്റ് ആയിട്ടുള്ള ട്രെൻഡ് കാര്യങ്ങൾ ഇങ്ങനെയാണ്. നമ്മൾ നോക്കുന്ന സമയത്ത് ഇംഗ്ലീഷിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ എറർ കറക്ഷനും എറർ ഡിറ്റക്ഷനിൽ നിന്ന് ലഭിക്കുന്നതെങ്കിൽ ഏറ്റവും കൂടുതൽ ജനറൽ സ്റ്റഡീസിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് ജോഗ്രഫിയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ ഹിസ്റ്ററി, ബയോളജി തുടങ്ങിയിട്ടുള്ള മേഖലകളാണെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഇത്തവണ കറണ്ട് അഫയേഴ്സ് 20 ക്വസ്റ്റ്യൻസ് ചോദിക്കാമെന്നും പറഞ്ഞു. അപ്പൊ കറണ്ട് അഫയേഴ്സ് 20 ക്വസ്റ്റ്യൻസ് പ്ലസ് അതിനൊപ്പമാണ് ബാക്കി എല്ലാം കൂടെ വരുന്ന സമയത്ത് 20 വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ജോഗ്രഫി കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ജോഗ്രഫി മാത്രം പഠിക്കണമെന്നല്ല കൂട്ടുകാരോട് പറയുന്നത്, എല്ലാത്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കണം. പക്ഷെ ജോഗ്രഫിയിൽ നിന്ന് കൂടുതൽ ടോപ്പിക്സ് ചോദിക്കാനുള്ള സാധ്യത ഇനിയും ഉണ്ട് എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയുള്ള ട്രെൻഡാണ് നമുക്ക് കാണുന്നത്. റീസണിംഗിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സിലോജിസം എന്നപോലെ സീറ്റിംഗ് അറേഞ്ച്മെന്റ് തുടങ്ങിയ മേഖലയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ, ആൽഫബറ്റിക് സീരീസ്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അനലോജി, ബ്ലഡ് റിലേഷൻ തുടങ്ങിയിട്ടുള്ള മേഖലയാണ്. പേപ്പർ കട്ടിങ് തുടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള മെട്രിക്സ്, സ്റ്റേറ്റ്മെന്റ് ആർഗ്യുമെന്റ് തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങളാണ് കഴിഞ്ഞ തവണ ഏറ്റവും കുറവ് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇത്തവണ കൂടുതൽ ചോദിച്ചേക്കാം എന്ന് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് തീരുമാനിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ വെൻഡേഴ്സ് തീരുമാനിച്ചു കഴിഞ്ഞാൽ ചോദിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ റീസെന്റ് ആയിട്ടുള്ള ട്രെൻഡ് ഇങ്ങനെയാണ് പോകുന്നത്. അപ്പൊ ഇതിനനുസരിച്ച് കൃത്യമായിട്ട് കൂട്ടുകാർ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നത്. നമ്മുടെ IBACയുടെ കോഴ്സ് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. കൃത്യമായിട്ടുള്ള എക്സ്റ്റൻസീവ് ആയിട്ടുള്ള എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഇന്റൻസീവ് ആയിട്ടൊരു സ്റ്റഡി പ്ലാനോട് കൂടിയിട്ടാണ് എൻട്രിയുടെ IBOCO കോഴ്സുകൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ കോഴ്സിന്റെ ഭാഗമാവാൻ താല്പര്യമുള്ള ആളുകൾ താഴെ കൊടുക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ താഴെ നമ്പർ കൊടുത്തേക്കാം, അതുവഴി നിങ്ങൾക്ക് ലോഗ് ചെയ്യാം. അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് എൻട്രി ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാനായിട്ട് പറ്റുന്നതാണ്. ഗോൾഡ് ബാച്ച് എടുക്കുന്ന ആളുകൾക്ക് Tier 2, Tier 3 ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗും അതുപോലെ തന്നെ നമ്മുടെ ഇന്റർവ്യൂ സെഷൻസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ലഭിക്കുന്നതാണ്, അല്ലാതെ നോർമൽ ബാച്ചുകാർക്ക് ലഭിക്കുന്നില്ല. ഓക്കെ, ഇതൊക്കെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പൊ IBACയുടെ കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കൂട്ടുകാർ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ബെൽ ബട്ടനൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ഒക്കെ ബട്ടൺ ചെയ്യുക. സെൻട്രൽ ഗവൺമെന്റ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കോ ഫാമിലി മെമ്പേഴ്സിനോ ആർക്കെങ്കിലും ഈ പറയുന്ന ചാനൽ സജസ്റ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ താഴെ കാണുന്ന കോമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതിനൊപ്പം ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ വിട പറയുന്നു. താങ്ക് യു ഫ്രം ശ്യാം.